ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, ഈ യോഗം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് വി ആർ രാധാകൃഷ്ണൻ സാർ അവർകൾ, മറ്റ് ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികൾ, നല്ലവരായ എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. അനുഭൂതിയിൽ നിന്ന് അറിവിലേക്കും, അറിവിൽ നിന്ന് വിജ്ഞാനത്തിലേക്കും, വിജ്ഞാനത്തിൽ നിന്ന് വേദത്തിലേക്കും സഞ്ചരിച്ച് പ്രകൃതിയുടെ നിയമമായ മരണത്തിന് പോലും ചെന്നെത്താൻ കഴിയാത്ത പരമപദത്തിൽ വിരാജിക്കുന്ന ആചാര്യ പരമ്പരകൾ നമുക്ക് നൽകിയ സംഭാവനയാണ് ക്ഷേത്രങ്ങൾ. നാശത്തിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്നത് എന്തും ക്ഷേത്രമെന്നാണ് പറയുക. അതായത് ക്ഷതാതുത്രായത് ഇത് ക്ഷേത്ര എന്നാണ് നീ. അപ്പോൾ അങ്ങനെ ക്ഷേത്രം നമ്മെ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നുവെങ്കിൽ നമ്മുടെ വീടുകൾ ക്ഷേത്രങ്ങളാകണം, വീട്ടിലുള്ളവർ ദേവീദേവന്മാരാവണം എന്നതാണ് ഭാരതീയ സംസ്കാരത്തിന്, ഹൈന്ദവ സംസ്കാരത്തിന്റെ ഒരു അടിത്തറ എന്ന് ചിന്തിക്കുന്നു. അപ്പൊ അതിന് നമ്മെ ഉപയുക്തമാകുന്ന വിധത്തിൽ ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം നന്നായി നടക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ആ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എല്ലാം വേണ്ട വിധത്തിൽ നമുക്ക് ഉപയോഗിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാനുമൊക്കെ ഇതുപോലെയുള്ള ഓരോ വർഷത്തിലുള്ള ഓരോരോ പ്രത്യേക ദിവസങ്ങളിൽ, ഒരു വർഷം രണ്ടാണ്, ഉത്തരായനവും ദക്ഷിണായനവും എന്നും പറയുന്ന രണ്ട് ഭാഗങ്ങളാണ്. അതിൽ ഈ പറയുന്ന മകരം മുതൽ തുടങ്ങുന്ന ഉത്തരായന കാലത്ത് നമ്മളിലുള്ള ഒരു വിഷാംശത്തെ മാറ്റുന്നതിന് വേണ്ടി ഒരു മുറിവുണ്ടായാൽ ആ മുറിവ് കരിക്കുന്നതിന് മുമ്പ് ആ മുറിവിലിരിക്കുന്ന ദൂഷ്യത്തെ എല്ലാം കളഞ്ഞിട്ട് വേണം അതിൽ നല്ല മരുന്നുകൾ വെച്ച് നമുക്ക് അത് പൂർണ്ണമായി ശരീരത്തിൽ യാതൊരു കുറവുകളും ബുദ്ധിമുട്ടുകളും ഇല്ലാതാക്കി മാറ്റുന്നത് പോലെ ഇപ്പൊ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒരു വലിയ വിഷത്തെ മാറ്റുവാനായി കുടുംബം നമ്മളിൽ നശിക്കാതിരിക്കാൻ താഴേക്ക് കൊണ്ടുപോകാതെയും സമൂഹം അത് പുറത്തേക്ക് കൊണ്ടുപോകാതെയും നമ്മളിൽ നിർത്തുമ്പോൾ നാം എന്ന വ്യക്തി സ്വയം ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് എത്ര കണ്ട് യോഗ്യമാകുന്ന വിധത്തിലേക്ക് അത് മാറ്റണം എന്നുള്ളൊരു വലിയ സന്ദേശം നമ്മളുടെ ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണണം. ഒരുപാട് വിഷങ്ങളുടെ ഉപയോഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കൂടുതലാണ്. അത് ക്ഷേത്രങ്ങളാകുന്ന നമ്മുടെ വീടുകളിൽ ഒരുപാട് ദോഷങ്ങളും നമുക്കിന്നുണ്ടാകുന്നു. അപ്പൊ ആ ദോഷങ്ങളെല്ലാം മാറ്റി കളയണമെങ്കിൽ നമ്മുടെ വീട്ടിൽ കത്തിക്കുന്ന 5 തിരിയുള്ള നിലവിളക്കിലെ 5 ദീപങ്ങളും നമുക്ക് പ്രകാശപൂരിതമാകണം. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന 5 തിരിയിട്ട നിലവിളക്കിലെ 5 ദീപങ്ങളെ നമ്മൾ ചിന്തിക്കണം. ഒരു കുഞ്ഞ് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു വീട്ടിൽ ഒരു 5 തിരിയിട്ട വിളക്ക് കത്തിയിരിക്കുന്നു, അതിലൊരു ദീപം ഒഴിച്ചു ബാക്കി 4 ദീപങ്ങൾ കെട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ദീപത്തിന്റെ അടുക്കൽ ചെന്നപ്പോൾ ചോദിച്ചു, നീ ആരാണ് കെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ സത്യമാണ്. എന്നെ ദീപം കൊളുത്തിയ ആളിന് സത്യമില്ലാത്തത് കൊണ്ട് സത്യം എന്ന ദീപമായ എനിക്ക് ജ്വലിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല, കത്തി ഉടനെ ഞാൻ കെട്ടുപോയി. അപ്പോൾ രണ്ടാമത് നിൽക്കുന്ന ദീപം പറഞ്ഞു, ഞാൻ ദയയാണ്. എന്നിൽ ദീപം കൊളുത്തിയ ആളിൽ ദയ എന്ന സ്വഭാവം സങ്കല്പം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് നിലനിൽപ്പില്ലാതായി മാറി. മൂന്നാമത്തെ ദീപമൊപ്പം പറഞ്ഞു, ഞാൻ സത്യവും ദയവും കഴിഞ്ഞ് അടുത്തത് ഞാൻ വിശ്വാസമാണ്. എന്നിൽ കത്തിക്കുന്നവർക്ക് നല്ല വിശ്വാസമില്ലാത്തത് കൊണ്ട് ആ ദീപത്തെ എനിക്ക് ജ്വലിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. നാലാമത്തെ ദീപം ഇതിലേക്ക് പറഞ്ഞു, ഞാൻ ധർമ്മമാണ്. എന്നെ കത്തിക്കുന്നവർക്കും എന്റെ ദീപത്തെ കൊണ്ട് പ്രകാശപൂതമാകണം ഈ ലോകമെങ്കിൽ ചിന്തിക്കണമെങ്കിൽ കത്തിക്കുന്നവരിൽ ആദ്യം ധർമ്മമുണ്ടാകണം എന്ന് നമ്മളോട് പറഞ്ഞത് ആ ദീപമാണ്. അപ്പോൾ ഈ 4 ദീപങ്ങൾ കെട്ടിരിക്കുന്നത് കണ്ട് കുഞ്ഞ് കത്തി നിൽക്കുന്ന ചെറിയ മങ്ങിയ വെളിച്ചത്തോട് കത്തി നിൽക്കുന്ന ഒരു ദീപത്തിന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, നീ മാത്രം കത്തി നിൽക്കുന്നോ? ചെറിയ പ്രകാശത്തോടു കൂടി കത്തി നിൽക്കുന്ന നീ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ പ്രതീക്ഷയാണ്. ഈ പ്രതീക്ഷ എന്ന ഒരൊറ്റ ദീപം കൊണ്ട് നമുക്ക് ഈ ബാക്കിയുള്ള 4 ദീപങ്ങൾ നമുക്ക് കത്തിക്കാം. അങ്ങനെ പ്രതീക്ഷ എന്ന ഒരൊറ്റ ദീപത്തിൽ നിന്നും 4 ദീപങ്ങൾ കത്തിച്ച് സത്യവും ധർമ്മവും ദയയും നീതിയും എല്ലാം ഉറപ്പാക്കാവുന്ന ഒരു നല്ല സമൂഹത്തെ ഉണ്ടാക്കുവാൻ പ്രതീക്ഷയാകുന്ന അകത്തിരിക്കുന്ന ശിവലിംഗത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന സഗുണോപാസനാ ചിന്തകൾക്ക് അതീതമായി നിൽക്കുന്ന ഈ ഒരു മഹാദേവനിൽ കൂടി നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെങ്കിൽ
നമ്മളുടെ വിശ്വാസങ്ങളും ധർമ്മങ്ങളും ആചരണങ്ങളും എല്ലാം സത്യമുള്ളതായി മാറണം. അതിന് ജഗദീശ്വരൻ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ സമയമെടുത്ത് പ്രഭാഷണവും ശരികളെയും ചിന്തിക്കുവാൻ നമുക്ക് സമയമില്ല. എങ്കിലും ശിവൻ എന്ന സങ്കല്പവും ശിവം എന്ന സങ്കല്പവും ശിവൻ എന്ന സങ്കല്പവും പരമമായിരിക്കുന്ന ശിവം എന്ന സങ്കല്പത്തെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് ചിന്തിക്കുകയും ചർച്ചകൾ ചെയ്യേണ്ടി വരുന്ന ഒരു കാലഘട്ടം ഇന്ന് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആധുനിക ശാസ്ത്രം സത്യമെന്ന ശിവം എന്ന സങ്കല്പത്തെ സത്യമാണെന്ന് ഈ ലോകം അംഗീകരിക്കുന്നുവെങ്കിൽ ഇന്നത്തെ മാതൃഭൂമിയിലുണ്ട് ശിവന്റെ ശാസ്ത്രീയമായ തത്വങ്ങളെ പറ്റിയൊക്കെ ഇന്നത്തെ മാതൃഭൂമിയിൽ ചെറിയ രാത്രികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ തലങ്ങളിലും പ്രകൃതിയിലൊക്കെ ഇന്ന് 2 ദിവസമായിട്ട് ശിവൻ എന്ന സങ്കല്പത്തെ പറ്റിയുള്ള ഒരു നല്ല ചർച്ചകൾ പോലും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ചിന്തിക്കുവാനും അതിനെപ്പറ്റി ആലോചിക്കുവാനും ഒക്കെ ആധുനിക ശാസ്ത്രം ഇന്ന് തയ്യാറാകുമ്പോൾ നമ്മൾ അന്ധവിശ്വാസത്തിൽ നിന്ന് മാറി നല്ല വിശ്വാസത്തിലേക്ക് ചിന്തിച്ച് നല്ല വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരു ചിന്തയും നല്ല ഒരു തലത്തിലേക്ക് എത്തുവാൻ ജഗദീശ്വരൻ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ല ദിവസങ്ങളായി മാറുന്ന നല്ല തലങ്ങളെ ചിന്തിക്കുന്ന നല്ല മനുഷ്യനായി മാറുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മതപരമായ വിഷയങ്ങളിൽ ഒരു വലിയ മതങ്ങളെ എല്ലാം ഒന്നാക്കി നിർത്തിയ ഒരു വലിയ സത്യത്തിന്റെ പുറകിലാണ് നമ്മൾ. കൂടെ നിന്ന് യുദ്ധം ചെയ്യാൻ വന്ന ആളിനെ പോലും യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് അയ്യപ്പസ്വാമി കൂടെ നിർത്തിയ വാവരെ കൂടെ നിർത്തിയിട്ട് പറഞ്ഞത് വാവര് മുസ്ലിമെ എന്നല്ല വിളിച്ചത്, വാവര് സ്വാമിയെ എന്ന് വിളിച്ച് തന്റെ നെഞ്ചോട് ചേർത്ത് വിളിച്ച അയ്യപ്പസ്വാമി ഉള്ള മണ്ണാണിത്. ഒരു നേരത്തെ ആഹാരം കൊടുത്ത കൊച്ചുകൊമ്മൻ എന്ന ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട സഹോദരനോട് പറഞ്ഞത്, എനിക്കൊരു നേരത്തെ ആഹാരം തന്നതുകൊണ്ട് ഇന്ന് മുതൽ നിന്നെ അറിയപ്പെടുന്നത് എന്റെ പേരിലായിരിക്കും. നമ്മൾ ആളിനെ വിളിച്ചത് ഒരിക്കലും കൊച്ചുകൊമ്മൻ മാപ്പിളയെന്നല്ല, കൊച്ചുകൊമ്മൻ സ്വാമിയെ എന്ന് വിളിച്ച ഒരു സങ്കല്പമാണ്. വാവൂർ സ്വാമിയെയും കൊച്ചുകൊമ്മൻ സ്വാമിയെയും ഒക്കെ വിളിച്ച് നെഞ്ചോട് ചേർത്ത് വിളിച്ച അയ്യപ്പസ്വാമി നിലനിൽക്കുന്ന ഈ മണ്ണിൽ എല്ലാ മതങ്ങളും ഒന്നാണെന്നും കൃഷ്ണനും ക്രിസ്തുവും എല്ലാം ഒന്നിച്ച് ഒരേ ഒരു സങ്കല്പത്തിലേക്ക് ചിന്തിച്ച് ഒരേപോലെ മനുഷ്യരായി മാറുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജഗദീശ്വരൻ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഗുണങ്ങളും സൗഭാഗ്യങ്ങളും നൽകട്ടെ. ഇതിനെത്തിയ എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നൽകുവാൻ ഈ ക്ഷേത്രത്തിന്റെ ദേവന്റെ പിതൃസ്ഥാനം വഹിച്ചുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹീതമായ കലകൾ പൂജിക്കുവാനും പുഷ്ടിപ്പെടുത്തുവാനുമുള്ള നിയോഗം ജഗദീശ്വരൻ എന്നിൽ ഏൽപ്പിച്ചതുകൊണ്ട് ഇവിടെ നിൽക്കുവാനും അതിന് കിട്ടിയ ഈ ഒരു വലിയ സൗഭാഗ്യത്തിന് ഭഗവാന്റെ പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ടും നല്ലവരായ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ ഒരിക്കൽ കൂടി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മകൾ വരട്ടെ. നമസ്കാരം.